വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് ചോദിച്ചു, നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ എക്സസൈസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ട് എന്താ കാര്യം? പെട്ടെന്നാണ് ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ജിമ്മിൽ തന്നെ വർക്കൗട്ട് ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചൊരു വാർത്ത നമ്മൾ ഈയിടെ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ 2 വാർത്തകൾ നമ്മൾ കണ്ടു വീഡിയോയിലും മറ്റൊക്കെ. ഒരു സ്ത്രീ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുഴഞ്ഞു വീണ്, ഒരു സൈഡിലേക്ക് കുഴഞ്ഞു വീണ് ആളുകൾക്ക് സഹായിക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു, പക്ഷെ അവർ മരിക്കുന്നു. പിന്നെ ഒന്ന് നിയമസഭയുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു ജീവനക്കാരന് ഡാൻസ് ചെയ്യുന്നതിനിടയിൽ വേദിയിൽ കുഴഞ്ഞു വീഴുന്നു. പെട്ടെന്ന് തന്നെ സഹപ്രവർത്തകർക്ക് അദ്ദേഹത്തെ എടുക്കുന്നു, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അദ്ദേഹവും മരിക്കുന്നു. പക്ഷേ സാധാരണ നമ്മുടെ ഇടയിലൊക്കെ പലരും കുഴഞ്ഞു വീണാൽ പലരും ചെയ്യുന്ന അബദ്ധങ്ങളാണ് നെഞ്ച് തിരുമ്മി കൊടുക്കുക, വെള്ളം കുടിപ്പിക്കാൻ ശ്രമിക്കുക, മുഖത്ത് വെള്ളം തളിക്കുക, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ രീതിയിലൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ വളരെ വലിയ അബദ്ധം. BLS എന്ന പേരിലുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രോട്ടോകോൾ തന്നെയുണ്ട്. പ്രൊഫഷണൽ ഡ്രൈവർമാർ, അധ്യാപകർ, അതല്ലെങ്കിൽ സ്റ്റുഡൻസ്, പാരൻസ്, എല്ലാ തലത്തിലുള്ള ആളുകളും പഠിച്ചിരിക്കേണ്ട ചില പ്രഥമരക്ഷാ സേവനങ്ങളാണ് CPR പോലെയുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യങ്ങളിൽ വന്നു തുടങ്ങിയ ED, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം. ആമസോണിലൊക്കെ അത് കാണുന്നുണ്ട്. 50,000 തൊട്ട് 1 ലക്ഷം വരെയുള്ള വിലയുള്ള സാധനമാണ്. പക്ഷെ നമ്മുടെ ജീവന്റെ വില വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു ആഡംബരമൊന്നുമല്ല. കാര്യം വലിയ ഫ്ലാറ്റുകളാവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഇടയിലുള്ള സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കമ്പനി, എല്ലായിടത്തും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഷോക്ക് തെറാപ്പിയാണ്. പെട്ടെന്ന് നമ്മളിൽ ഒരാൾ കുഴഞ്ഞു വീണ് പോകുമ്പോൾ അയാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടു കൂടി എമ്പതറ്റിക് ആയിട്ട് അയാളെ പെരുമാറുക, അയാളെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല, ആവശ്യമായിട്ടുള്ള CPR കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. എങ്കിൽ ഇത്തരത്തിലുള്ള മരണങ്ങളെ, ദാരുണമായ അത്യാഹിതങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക.